അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിർസത്ത് മുഅ്മിനീങ്ങളെ, മുഹറമിലെ 10ാമത്തെ നാളായിട്ടിക്കത് ആശുറ നാള്. ഈ ആശുറ നാള് വളരെയധികം ബഹുമാനങ്ങൾ, അതിലെ ബഹുമതികളെല്ലാം നിങ്ങൾ കേട്ട. ടോട്ടലി ആയിട്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാളായിട്ട് ആശുറ നാള് ഇതിഹാസത്തിൽ ദാഖലായിരുന്നു. ഒരുപാട് നല്ല സംഭവങ്ങളെല്ലാം ശുഭഗളികകളെല്ലാം ആശുറ നാളിലായിട്ട് ഉണ്ടായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടുന്നു. എങ്കിൽ ഇസ്ലാമിന്റെ ഹിസ്റ്ററിയിൽ വെച്ചിട്ട് മുഹറമിലെ 10ാമത്തെ നാൾ ഒരു കപ്പ് ചുക്ക് ഉണ്ടായിട്ട് ചെല്ലത് വളരെ ബേജാറുണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട്. ഒരിക്കലും ഇതിഹാസത്തിൽ മറക്കൂ തീരാത്ത ഒരു അശുഭ ഗളികം കൂടി മുഹറമിലെ 10ാമത്തെ നാളിൽ നടന്നത്. ഞങ്ങൾക്ക് ഓർത്തുണ്ട്, ബഹുമാനപ്പെട്ട ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹ്ൽ ബൈത്തിൽപ്പെട്ടതായ മഹാനായ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുരെ ദാരുണമായിട്ട് ശത്രുങ്ങ ഹത്യയാക്കിയതായ, കൊന്നുകളഞ്ഞതായ, കൊലയാക്കിയതായ ഒരു നാളും കൂടിയായിട്ട് മുഹറമിലെ 10ാമത്തെ നാൾ. അത് നീണ്ടമായ കർബലയുടെ ചരിത്രം നിങ്ങളെല്ലാം കേട്ടങ്ങ. ആയെങ്കിലും ഹ്രസ്വരൂപത്തിൽ ഈ മുഹറമിലെ 10 എന്ന നിലയ്ക്ക് ഒരു ചെറിയ രൂപത്തിൽ അതിലെ ഒരു ചെറിയൊരു സ്റ്റോറി നിങ്ങൾക്ക് ഞാൻ ചൊല്ലാൻ ഉദ്ദേശിക്കട്ടെ. കേവലം ഒരു എപ്പിസോഡിൽ കൂടെ ഈ ഒരു സ്റ്റോറി തീർക്കുക സാധ്യമല്ല. ആയെങ്കിലും പ്രയത്നാക്കാം ഇൻഷാ അല്ലാഹ്. നമുക്ക് തോന്നുന്നു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ 4ാമത്തെ ഖലീഫയായിട്ട്, മുസ്ലിമീങ്ങളെ ഖലീഫയായിട്ട് 4 മഹാന്മാരുന്നാണ്. അതിൽ പിന്നെ ഖലീഫ ചെല്ലത് എന്തായിട്ട് അവിടെ ക്ലോസ് ആയിട്ട് 5ാമത്തെ ഖലീഫ ഇസ്ലാമില്ല. ഇസ്ലാമിൽ 5ാമത്തെ ഖലീഫയായിട്ട് കണക്കാക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കണക്കാക്കാൻ മഹാന്മാർ അത്ര നല്ലൊരു ആടലത്തായിട്ടുണ്ട് മഹാന്മാർ. അതേ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പിന്നെ ഖലീഫ ആ ഒരു പോസ്റ്റ് അത് ക്ലോസ് ആയിട്ട്. 5ാമതായിട്ട് അലി റളിയല്ലാഹുവിന്റെ ഉത്തരാധികാരി ആരീസന്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ എന്തായിട്ട് പിന്നെ ഒരു ചർച്ച ആയപ്പോൾ സഹജമായിട്ട് അവിടെ ഫസ്റ്റ് പേര് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹുവിനായിട്ട്. കാരണം അലി റളിയല്ലാഹുവിന്റെ മോനല്ലേ, സഹജമായിട്ട് അലി റളിയല്ലാഹുവിന്റെ ഉത്തരാധികാരി ആവും എല്ലാ നിലക്കുള്ള അർഹതയുള്ള മഹാനായിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു ആ സ്ഥാനത്ത്, ഖലീഫയുടെ സ്ഥാനത്ത് എന്തായിട്ട് സെലക്ട് ആയിട്ട് അങ്ങനെ നല്ലൊരു പിന്നെ ആടളിത്ത കൊടുക്കുക തുടങ്ങിയിട്ട്. പക്ഷേ ഒരു ഭാഗത്തിൽ, അഥവാ ഷാമിയുടെ ഭാഗത്തിൽ, ഇറാഖിന്റെ ഭാഗത്തിൽ ചെറിയൊരു അസമാധാനത്തെ പൊകെ പറവ് തുടങ്ങിയിട്ട്. കാരണം ഉമവിയ ചെല്ലിയ ഒരു ഗോത്രയുണ്ട്. ഈ ഉമയ്യ ഗോത്ര ചെല്ലത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കബീലായിട്ട് ആ ഗോത്രമായിട്ട്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ദാരുണമായിട്ട്, അന്യായമായിട്ട്, ളുൽമായിട്ട് കൊലയാക്കിയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട അതിനെ പിന്നെ അധികാരത്ത് വന്നതായ അലി റളിയല്ലാഹുവിനായിട്ട്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊന്നങ്ങനെ ഫസ്റ്റ് പിടിക്കണം. അതിൽ പിന്നെ ആയിട്ടിക്കണം 4ാമത്തെ ഖലീഫയെ തിരഞ്ഞെടുക്കൊണ്ടായിരിക്കും ഉമവിയ ഗോത്രക്കാരെ ചില ആൾമാരെ അഭിപ്രായം. പക്ഷെ നിങ്ങൾ ഉമയ്യ ഗോത്ര ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബീലായിട്ട്. പക്ഷേ സഹാബത്ത് അത് കേട്ടില്ല. അലി റളിയല്ലാഹുവിന്റെ 4ാമത്തെ ഖലീഫയായിട്ട് തിരഞ്ഞെടുത്താൽ. കാരണം ഒരു ഖലീഫയുടെ അണ്ടറിലായിട്ടിപ്പം എല്ലാം നടക്കരുത്. ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പൊ കൊലയുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കൊണ്ടായെങ്കിൽ ഒരു ഖലീഫ ആവണല്ലോ ഫസ്റ്റ്. ആ നിലക്ക് തിരഞ്ഞെടുത്താൽ. പക്ഷെ ആ ഒരു അസമാധാന ആർഗിന്ത് ഈ ഗോത്രക്കാർഗിന്ത് അതങ്ങനെ ബാക്കിയായിട്ട്. അങ്ങനെ വാദം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലയാളിന്റെ പിടിക്കൽ വിഷയത്തിൽ അലി റളിയല്ലാഹു വലിയ കാളജ് കാണിച്ചിട്ടില്ല. അങ്ങനെ അപവാദം. പക്ഷേ അലി റളിയല്ലാഹു അതിൽ നേരായിട്ടും വലിയ കാളജി വൈസിൻസ് ഒരുപാട് ആ വിഷയത്തിൽ അലി റളിയല്ലാഹു സ്വയം മുന്നിൽ നിന്നിട്ട് ഈ കൊലയാളി ഇങ്ങനെ പിടിക്കൽ വിഷയത്തിൽ വലിയൊരു മുത്തവജ്ജിഹ മഹാനായിട്ട്. പക്ഷേ ഈ ഒരു ചെറിയൊരു അപസരത്തെ ആൾമാർ അങ്ങോട്ട് കൂടി ചില ഇസ്ലാമിലെ ശത്രുങ്ങ മുനാഫിക്കും കൂടിയിട്ട് അതിനെ ബലിയാക്കോ നോക്കിയെന്നാണ്. പക്ഷെ അലി റളിയല്ലാഹുവിന്റെ എതിരിൽ അത് നടന്നുകൊണ്ടിരുന്നിട്ടില്ല. കാലം അങ്ങനെ മുൻപ് പറഞ്ഞിട്ട്
ഇപ്പൊ ആയിരിക്കും അതിന്റെ എഫക്റ്റോടെ അലി റളിയല്ലാഹു വഫാത്തിൽ പിന്നെ ഇരിക്കുന്നത് പാടയും അങ്ക് ഇതിൽ ശക്തി കിട്ടി. അങ്ങനെ സഹജമായിട്ട് അങ്ങശളുടെ അലി റളിയല്ലാഹു പിന്നെ ഉത്തരാധികാരിയായിട്ട് നഗലിൽ മുആവിയ ഈ ഉമവിയ ഗോത്രക്കാരിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു സ്ഥാനം കിട്ടും. അതിൽ ഏറ്റവും മുമ്പതിയുള്ള മഹാനായിട്ട് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ കൊതിച്ചിട്ടില്ല. പക്ഷെ ഈ ശത്രു മുആവിയ റളിയല്ലാഹു അൻഹു മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ദാളത്തെ കളിക്കോ തുടങ്ങിയാർ. അങ്ങനെ ഇതൊരു ശരിയൊരു അസമാധാനത്തെ പുക ഇങ്ങനെ ഏറെയാറിട്ട് വന്നു പറയുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു സഹജമായിട്ട് വിഷയത്തെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടായെങ്കിൽ വേണമെങ്കിൽ തന്റെ സൈനിക ശക്തി കൊണ്ടു ഈ വിരോധികളെ ദമനിസുകു ഹസൻ റളിയല്ലാഹു അൻഹു സാധ്യം. പക്ഷേ പിന്നൊരുക്ക മുസ്ലിം ഉമ്മത്തിനിടയിൽ ഒരു വെറുപ്പുണ്ടാക്കൂ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും എന്താക്കിയില്ല, മുന്നോട്ട് പോയില്ല. ചുരുക്കത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു തന്റെ ഖലീഫ സ്ഥാനത്ത് രാജിവെച്ചു. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫ സ്ഥാനത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സൂചിപ്പിച്ചു. അതോടുകൂടെ വലിയൊരു ഭിന്നിപ്പ് മുസ്ലിം സമുദായത്തിൽ വലിയൊരു ഭിന്നിപ്പ് ശമനായി. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തിൽ സൂചന കൊടുത്തു. നന്റെ ഈ മോനും ഹസൻ റളിയല്ലാഹു അൻഹു കാണിച്ച് നന്റെ ഈ മോനും പിന്നീട് തന്റെ ഉമ്മത്തിലുണ്ടാവുന്ന വലിയൊരു ഭിന്നിപ്പിടെ ശമനാക്കത് രണ്ട് പാർട്ടിയെ ഒട്ടികാക്കാൻ ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചിട്ട് ചെന്നു. അത് ഇപ്പൊ നേരായിട്ട് അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ട് പാർട്ടി ഉണ്ടാവുമ്പോ നന്റെ ഈ അധികാര കൊണ്ടു രണ്ട് പാർട്ടി ഉണ്ടാവോ തീരാ ചെന്ന് മുസ്ലിം ഉമ്മത്ത് ഒരു മാർഗദർശിയായിട്ട് എപ്പോഴും രണ്ട് ഭിന്നിപ്പ് വരുമ്പോ ഞാൻ ഒഴിഞ്ഞു കൊടുക്കണോ, നാം അധികാരം ഒഴിഞ്ഞു കൊടുക്കണോ ചൊല്ലേ എല്ലാവർക്കും ഒരു സന്ദേശ ഹസൻ റളിയല്ലാഹു അൻഹു കൊടുത്തു, മാതൃകയായിട്ട് കൊടുത്തു. കാലം കഴിഞ്ഞിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു നല്ലൊരു ആഡളിത മുസ്ലിം ഉമ്മത്ത് കൊടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ബേസായിട്ട് വന്നു. ഒരേ വർഷം ഇങ്ങനെ ആഡളിതാക്കിയത് മുആവിയ റളിയല്ലാഹു അൻഹു ബേസായിട്ട്. ഇന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പിന്നെ ആറ് ഉത്തരാധികാരി അവിടെ ചെല്ലതായ വിഷയത്തിൽ ചെറിയൊരു ചർച്ചയായിട്ട് അവിടെ രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്ന് മുആവിയ റളിയല്ലാഹുവിന്റെ മോൻ യസീദ് ഇബ്നു മുആവിയ, പിന്നൊന്ന് സഹജമായിട്ട് പിന്നെ ഹസൻ റളിയല്ലാഹു അൻഹു ഇന്ന്. പക്ഷെ ഹസൻ റളിയല്ലാഹു അൻഹു അതിന് മുന്നേ എന്തായിട്ട് വഫാത്തായിട്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് ചാൻസ് ആർക്ക്? ഹുസൈൻ റളിയല്ലാഹു അൻഹു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹു പിന്നെ തന്റെ മകനായ യസീദ് അധികാരം വിട്ടുകൊടുക്കൂ തീരുമാനിച്ചു. അത് എന്തുകൊണ്ട് തീരുമാനിച്ച് യസീദ് അധികാരം ഏറ്റെടുത്തിട്ട് എന്തെല്ലാം ആക്കിത്ത് ചെല്ലേ ചെറിയ ഒരു വിശദീകരിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ല ബൈത്തിനെ സ്നേഹിക്കുക, സ്വഹാബത്തിനെ മൊത്തം നമുക്ക് സ്നേഹിക്കുക തൗഫീഖ് അല്ലാഹു തരട്ടെ. ആമീൻ യാ റഹ്മാൻ റഹീം.